എന്തിനാ എൻ്റെ സ്വപ്നങ്ങളിൽ ഇങ്ങനെ വേട്ടയാടുന്നത്? എനിക്ക് പറ്റുന്നില്ലല്ലോ. സ്വപ്നം കണ്ടല്ലേ, സാരമില്ല, പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ മതി. പിന്നെ നീ ഇങ്ങനെ ആയാൽ എങ്ങനെയാണ് നമ്മളൊക്കെ ഹാപ്പിയായി ജീവിക്കുന്നത്? എല്ലാം മറക്കടി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. പിന്നെ പ്രാർത്ഥിച്ചിട്ട് കിടന്നോ കേട്ടോ. ജിതിനേട്ടാ, എനിക്ക് ഒന്നും പറ്റുന്നില്ല. ഞാൻ കുറേ ശ്രമിച്ചതാ മൂവ് ഓൺ ആവാൻ, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഒരാഴ്ചത്തേക്ക് ഞാൻ എന്തായാലും സ്കൂളിൽ പോകുന്നില്ല. ഞാൻ അവരോട് ചോദിച്ചിട്ട് എനിക്ക് കുറച്ച് ദിവസം ലീവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുട്ടീനെ കൂട്ടി നാട്ടിൽ പോകണ്ടേ നമുക്ക്? നാട്ടിലൊക്കെ പോകുന്നത് അവിടെ നിൽക്കട്ടെ, ഇപ്പോൾ നീ ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് ഒഴിവാക്ക്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി ഇതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മോനും അവിടെ കിടന്നുറങ്ങും. ഇനി അവൻ്റെ ഉറക്കം നെട്ടി, ഇനി അതും വലിയ പ്രശ്നമാവും. കിടന്നോ. അതാണ് അമ്മയുടെ സഹോദരി പ്രിയ. അമ്മ പറഞ്ഞിട്ടില്ലേ അമ്മയുടെ പേര് കൃഷ്ണ, അവളുടെ പേര് പ്രിയ. അമ്മയ്ക്ക് ഒരു സഹോദരി കൂടി ഉണ്ടെന്ന്. മോച്ചുവിന് കാണിച്ചു തരാം കേട്ടോ. കൃഷ്ണ, എൻ്റെ അഭിപ്രായത്തിൽ ഇതൊന്നും കുട്ടീനോട് പറയണ്ട കേട്ടോ. പിന്നെ ഞാനും അവനൊന്ന് പുറത്ത് പോയിട്ട് സാധനം മേടിച്ചു തരാം. വീക്കെൻഡായാൽ സാധനമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ മേടിച്ചിട്ട് വരാം. നീ ഇവിടെ ഇരിക്കുക കേട്ടോ. പിന്നെ കഥ അടച്ചിരുന്നു, ഓപ്പൺ ആക്കണ്ട. ഏട്ടൻ എത്ര വേഗം വന്നോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇനി ആരായിരിക്കും? തുറന്നു നോക്കാം. ഹായ്, ഞാൻ നതാലിയ വർഗീസ് ആൻഡ് ഞാൻ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. കുറച്ച് ബുക്സ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം അറിയപ്പെടുന്നതാണ്, അത്യാവശ്യം മാത്രം. ആൻഡ് ഒരാളുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് തൻ്റെ ജീവിതകഥ കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹം വന്നത്. തൻ്റെ ജീവിതത്തിൽ എന്തോ കാര്യങ്ങൾ വലുതായി നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് അറിയണമെന്നുണ്ട്. തനിക്ക് പറ്റുമെങ്കിൽ അതൊന്ന് എനിക്ക് പറഞ്ഞു തരണം. ഞാനത് തനിക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം പബ്ലിഷ് ചെയ്തോളാം. ആൻഡ് ഇപ്പോൾ എല്ലാവർക്കും റിയാലിറ്റി ആണല്ലോ ഇഷ്ടം. ജീവിതകഥയാകുമ്പോൾ കൂടുതൽ നല്ല റീച്ച് കിട്ടും. പിന്നെ ഞാനിത് എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിലാണെന്ന് മാത്രം താൻ വിചാരിക്കരുത്. തനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. പിന്നെ നിങ്ങളെപ്പോലെ ഇങ്ങനെ പല ജീവിതകഥ ഉള്ളങ്ങളും പറയാനുള്ളവരും കാരണമാണ് ഞങ്ങളൊക്കെ ജീവിച്ചു പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ റിയാലിറ്റി ആയിട്ട് സ്റ്റോറീസ് മാത്രമേ ഇടാറുള്ളൂ. അങ്ങനെ എല്ലാവരും നമുക്കതിന് സമ്മതിച്ചു തരണമെന്നില്ല. സമ്മതിച്ചു തരുന്ന നല്ല നല്ല ആൾക്കാരുമുണ്ട്. അതിൻ്റെ തന്നെ ഞാൻ സമ്മതിക്കണമെന്നായിട്ട് നിർബന്ധിക്കൊന്നും ചെയ്യത്തില്ല. ബട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം കയറി വാ. അത്ര വലിയ കഥയൊന്നുമില്ല, എന്നാലും ആ കഥ കാരണം ഞാനിപ്പോൾ ഉറങ്ങാതെയാണ് ജീവിക്കുന്നത് പോലും. അതുകൊണ്ട് ഞാൻ തന്നോടെല്ലാം പറയാം. ഒരാളോടെങ്കിലും പറഞ്ഞ് എൻ്റെ മനസ്സൊക്കെയാണെങ്കിൽ അത് അത്രയും നല്ലത്. പിന്നെ എൻ്റെ ഭർത്താവ് ഞാൻ പറയുന്നത് കേൾക്കാൻ നിൽക്കാറില്ല. അയാൾ കുറച്ച് എടുത്തുചാട്ടക്കാരനാണ്, പിന്നെ കുറച്ച് ദേഷ്യക്കാരനും. എനിക്കിപ്പോൾ പറയാം, പക്ഷേ അയാളും എൻ്റെ കുട്ടി മാത്രമേ ഉള്ളൂ. കുട്ടിയോട് വെച്ച് എനിക്ക് ഇങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. താന് വിരോധമില്ലെങ്കിൽ എൻ്റെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒറ്റപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് തന്നെ. കൂടെ രണ്ടുപേരുണ്ട്, എങ്കിലും ഉറങ്ങാൻ പറ്റുന്നില്ല. കണ്ണടച്ച സ്വപ്നം, അതും ദുസ്വപ്നം. ഏയ്, താൻ വിഷമിക്കേണ്ട. ഒരു ഫ്രണ്ടായിട്ട് കണ്ടിട്ട് എന്നോടെല്ലാം പറഞ്ഞോളൂ. ആൻഡ് തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഞാനിത് പബ്ലിഷ് ചെയ്യുള്ളൂ. ഞാൻ പ്രിയ, അവള് കൃഷ്ണ, എൻ്റെ ടിന്നി. ഇപ്പോൾ ഞാൻ ഈ ലോകത്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. ഈ കഥ കേട്ടിട്ട് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ അത് നീ ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല. എന്നെ ഉപദേശിക്കണം, മെയിനായിട്ട് എനിക്കത് വേണം.
ഞാൻ ചെയ്ത തെറ്റ് എന്നെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. പ്രിയ, വന്നോ നീ? ആഹാ, ഇതാര്? എന്റെ പെണ്ണാണോ എന്നെ കൊണ്ടൊക്കെ വന്നത്? അല്ലെങ്കിൽ നീ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നിനക്ക് അച്ഛൻ എങ്ങനെ വിട്ടാ പോരെ ഇത്ര രാവിലെ തന്നെ? അല്ലെങ്കിൽ നേരത്തെ എണീക്കാത്ത ആളാണല്ലോ. എന്താ എന്റെ പൊന്നിന് എന്നോട് കുറച്ച് സ്നേഹമൊക്കെ കൂടിയോ? അച്ഛനൊട്ടും വയ്യടി, പനിയാ. അതാ പിന്നെ ഞാൻ തന്നെ വന്നത്. പിന്നെ നിന്നെ കൂട്ടാൻ എനിക്ക് എന്തിനാ വേറെ ആളെ വിളിക്കേണ്ട ആവശ്യം? അല്ല, എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? വിദേശത്തൊക്കെ പോയി പഠിക്കണം, പഠിച്ചു ഡോക്ടറായി, എന്നിട്ട് എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? അച്ഛൻ എന്ത് പറ്റി? ഞാനൊന്ന് മാറി നിന്നപ്പോഴേക്കും അങ്ങേർക്ക് വയ്യേ. എന്തിലാവട്ടെ, നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. നീ വാ, കാറ് കയറ്. നിന്റെ കാറ് ഞാനാ ഇത്രയും ദിവസം ഓടിച്ചത്. കാരണം എനിക്ക് വണ്ടി ഇല്ലല്ലോ. എനിക്ക് വണ്ടി ഓടിക്കാനൊക്കെ പേടിയായിരുന്നു. പിന്നെ നിന്റെ വണ്ടി അവിടെ കിടന്ന് ഇങ്ങനെ മുഷീന്ന് കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് ലൈസൻസ് എടുത്ത് പഠിച്ചു. ഇനി എനിക്കൊരു വണ്ടി വാങ്ങണം. പക്ഷെ നമ്മുടെ അവിടെ ബഡ്ജറ്റൊക്കെ ടൈറ്റാടി ഇപ്പോ. ഓ, അതൊക്കെ മാറി. ഞാൻ വന്നില്ലേ, ഇനി അതിൻ്റെ കഷ്ടപ്പാടൊന്നും ഉണ്ടാവത്തില്ല. എന്നാൽ നമുക്ക് പോവാം. വീട്ടുകാരൊക്കെ കാണാനും അവിടുത്തെ ഫുഡൊക്കെ കഴിക്കാനും ഭയങ്കര കൊതിയാവുന്നു. എൻ്റെ കുഞ്ഞു വന്നോ? മമ്മി എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു. മമ്മിയുടെ ആഗ്രഹം പോലെ തന്നെ എൻ്റെ കുഞ്ഞ് വലിയ നിലയിലെത്തിയിട്ടുണ്ട്. ഇതെൻ്റെ അമ്മൂസ് കരയുന്നെന്തിനാ? അതിന് ഞാൻ വന്നില്ലേ, ഇനി ഞാൻ എങ്ങോട്ട് പോകാനാ? പിന്നെ ഇനി കുറേ കാലം ഇവിടെ തന്നെ കാണും എൻ്റെ അമ്മയുടെ അടുത്ത്. അച്ഛൻ്റെ പൊന്ന് വല്ലാണ്ടങ്ങ് വളർന്നല്ലോ. ദേ നിന്റെ കൂടെ തന്നെ ഉള്ളതല്ലേ ഇവളെന്താ ഇങ്ങനെ മെലിഞ്ഞ് ഉണങ്ങിയിരിക്കുന്നേ? എൻ്റെ പൊന്നു കൃഷ്ണ, എല്ലാവരും നിനക്കിട്ടാണല്ലോ ഊക്കുന്നത്. പ്രിയ, പ്രിയ, വാ പോവാ. ഒരു മിനിറ്റ് കൃഷ്ണ, സംസാരിക്കട്ടെ. ആരുഷ്, സുഖമല്ലേ നിനക്ക്? എത്രയില്ലേ കണ്ടിട്ട്? നീ ആളാകെ മാറിപ്പോയല്ലോ. അവൻ എന്റേതാ പ്രിയ. എന്താണ് ദേഷ്യപ്പെട്ടിട്ട് പോകുന്നേ തമ്പുരാട്ടി? പ്രിയ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആരുഷ് എന്റേതാണ്. എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പം തൊട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ എന്റേതാണ്. നിനക്കെന്താ ജിതിനെ നോക്കിയാല്? എൻ്റെ കൂട്ടി വിഷമിക്കേണ്ട, ഞാൻ അവനെ പ്രേമിച്ചിട്ടൊന്നുമില്ലല്ലോ. ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ സംസാരിച്ചു. നമ്മളെന്തായാലും ഈ കുടുംബം എന്നൊക്കെ തന്നെയല്ലേ പറയാറ്. ഒന്നില്ലെങ്കിൽ നമ്മുടെ മുറച്ചെറുക്കന്മാരല്ലേ അവർ. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിനോട് തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ ജസ്റ്റ് സംസാരിച്ചു. പക്ഷെ പ്രിയ, അവനോട് ആര് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരു പെണ്ണ് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിന്നെ പോതല്ലേ എന്നെയും കാണാന്. പക്ഷെ അവൻ എന്താ എന്നെ മൈൻഡാക്കാത്തത്? നീ ഇല്ലാത്ത ടൈമൊക്കെ അവൻ എന്നോട് സംസാരിക്കുകയും മൈൻഡൊക്കെ ചെയ്തിട്ടുണ്ട്. നീ വന്നാൽ എന്നോട് ഒരിക്കലും മൈൻഡാക്കാറില്ല. കൃഷ്ണ, തർക്കം നല്ലതാണ്. പക്ഷെ ആരോടാണ്, എന്തിനാണ് എന്നൊക്കെ ആലോചിച്ചിട്ട് തർക്കിക്കണം. നീ ഇപ്പൊ കാര്യമില്ലാത്ത കാര്യത്തിന് എന്നോട് ഇങ്ങനെ തർക്കിക്കുന്നേ. ഞാനിപ്പോ വന്നതല്ലേ ഉള്ളൂ. He is mine, പ്രിയ.
ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല ജിതിരെ. ഞാൻ പ്രിയോട് എപ്പോൾ സംസാരിക്കുന്നു അപ്പോഴൊക്കെ കൃഷ്ണയുടെ മുഖം കടന്നല കുത്തിയ പോലെ ഉണ്ടാവും. ഇനി അവൾക്ക് എന്നോട് വല്ല ഫീലിങ്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. അല്ലെങ്കിൽ അവൾക്ക് എന്താ, ഞാൻ പ്രിയനെ നോക്കിയാൽ നമ്മളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ആളെയല്ലേ നോക്കാം. നീ പ്രിയോട് പോയിട്ട് പറ നിനക്ക് അവൾ ഇഷ്ടമാണെന്ന്. അല്ലാതെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവളെല്ലാം കൂടി നിങ്ങളൊക്കെ പിരിക്കുന്ന പോലെയുണ്ട്. പിന്നെ കൃഷ്ണയുടെ സ്വഭാവത്തിൽ എനിക്ക് എന്തോ ഒരു മാറ്റങ്ങൾ തോന്നിയിട്ടുണ്ട്. അവൾക്ക് ഭയങ്കര പൊസീവുള്ള പോലെ. അതും നിന്റെ കാര്യത്തിൽ. ഇനി ആൾക്ക് നിന്നോട് വല്ല ഫീലിങ്സ് ഉണ്ടോ? ചെറുപ്പം തൊട്ടേ അങ്ങനെ ആണല്ലോ. ഈ പ്രിയോട് എന്തെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ പ്രിയോട് കളിക്കാനോ ചെന്നാൽ ഇവൾക്ക് ഭയങ്കര അസൂയ. ഇവളെ ഇടയിൽ കയറി നിൽക്കും. ഞാൻ വിചാരിച്ചു ഇവർ ട്വിൻസ് അല്ലേ, അപ്പോൾ അവരെപ്പോഴും ഒരുമിച്ച് നിൽക്കാനൊക്കെയാണ്. പക്ഷേ ഈ ഇടയായിട്ടും അവൾക്ക് എന്തോ ഒരു മാറ്റമുണ്ട്. ഭയങ്കര എന്താ പറയുക, ഒരു റിലേ തെറ്റിയ പോലെ. എനിക്ക് തോന്നുന്നു ഇവക്ക് എന്നോട് ശരിക്കും എന്തോ ഫീലിങ്സ് ഒക്കെ ഉള്ള പോലെ. പ്രിയയെ കൊണ്ട് എന്നെ അടുപ്പിക്കുന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ അവർ രണ്ടുപേരും ഒരേപോലെയാണ് കാണാനെങ്കിലും എന്തോ ഒരു കാര്യത്തിൽ പ്രിയ ഭയങ്കര മെച്യൂരിറ്റിയാണ്. അതുപോലെ നല്ലൊരു കുട്ടിയുമാണ്. കൃഷ്ണ മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അവളും നല്ലത് തന്നെയാണ്. പക്ഷേ എവിടെയോ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക്. മച്ചു, നീ ഇപ്പം തന്നെ പ്രിയയുടെ റൂമിൽ പോയിക്കോ. ആ കൃഷ്ണ കുളിക്കാൻ എങ്ങാണ്ടോ പോയിട്ടുണ്ട്. നീ ഇപ്പം തന്നെ പോയിട്ട് അവളോട് കാര്യമൊക്കെ പറ. പ്രിയ, ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നീ വന്നിട്ട് എന്നെ ഒന്നും മൈൻഡ് കൂടി ചെയ്തില്ലല്ലോ. എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. എനിക്കറിയാം എന്താ നിന്നെ പിന്നിൽ വലിക്കുന്നത് എന്നൊക്കെ എനിക്കറിയാം. മെയിനായിട്ട് നിൻ്റെ ട്വിന്ന് കൃഷ്ണ തന്നെയായിരിക്കും. അവൾക്ക് നിന്നോട് എന്താ ഇത്ര ദേഷ്യം? അല്ലെങ്കിൽ അവൾക്ക് എന്നോട് എന്തെങ്കിലും ഫീലിങ്സ് ഉള്ളതാണെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ ഞാൻ അപ്പം റിജക്റ്റ് ആക്കും. കാരണം എനിക്ക് നിന്നെ ഇഷ്ടം പ്രിയ. നമുക്കൊരാളോട് ഇഷ്ടമായാൽ മാത്രമാണല്ലോ നമ്മൾ അയാളെ ആക്സെപ്റ്റ് ചെയ്യുക. ഇത് വൺ സൈഡായിട്ട് നമുക്കൊരിക്കലും ഒരാളെ കെട്ടാനൊന്നും പറ്റത്തില്ല. പിന്നെ നിന്നെ ഇപ്പം ഞാൻ പ്രപ്പോസ് ചെയ്താൽ നീ എന്നെ ആക്സെപ്റ്റ് ചെയ്യണം. നിനക്ക് എന്നോട് ഇഷ്ടം ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഒന്നിക്കാൻ പറ്റൂ. അതില്ലെങ്കിൽ എൻ്റെ ലവ് അത് വൺ സൈഡ് തന്നെയായിരിക്കും. ഇനിയിപ്പോൾ കൃഷ്ണക്ക് എന്നോട് വൺ സൈഡായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് അവളോട് ഫീലിങ്സ് ഇല്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ രണ്ടുപേരും ഒരു മുഖമാണ്. എനിക്ക് നിങ്ങളുടെ മുഖവും കാര്യങ്ങളും ഒന്നുമല്ല, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ ക്യാരക്ടർ. പ്രിയ, നിൻ്റെ ക്യാരക്ടർ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്ക് ലൈഫ് ലോങ് വേണമെന്നുള്ളത് നീയാണ്. സത്യം പറഞ്ഞാൽ നിന്നോട് ഇതൊക്കെ പറയാൻ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ ജിതിൻ പറഞ്ഞു ഇപ്പം പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ലെന്ന്. കൃഷ്ണ അത്രയും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അത് നിനക്ക് തന്നെ അറിയാലോ. അവളെ നീ സ്നേഹിച്ച പെങ്ങളാണെന്ന് ഞാൻ നോക്കില്ല, കൊന്നുകളയാം. ഡി മൈരെ, അവളെ ഉണ്ടല്ലോ എന്നിൽ നിന്ന് അകറ്റിയ പെങ്ങളാന്ന് ഞാൻ നോക്കില്ല, തീർത്തേക്കും നിന്നെ. ഞാൻ നിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി. നീ എന്നെ ഒന്നും സ്നേഹിക്കുന്ന കൂടെ ഇല്ലല്ലോ പ്രിയ. അതൊക്കെ എന്ത് പ്രത്യേകത ഉള്ളത്? ആകെ ഞങ്ങളിലുള്ള മാറ്റം ഞങ്ങളുടെ സൗണ്ട് മാത്രമാണ്. കാണാനൊരു മാറ്റമില്ല, ക്യാരക്ടറിലും ഒരു മാറ്റമില്ല. ആര് പറഞ്ഞോടി ക്യാരക്ടറിൽ മാറ്റമില്ലാന്ന്? നിന്നെപ്പോലെ ഇങ്ങനെ കൊല്ലാൻ മടിക്കാത്ത ക്യാരക്ടറൊന്നും എൻ്റെ പെണ്ണിലില്ല. അവളെ നല്ലൊരു പെണ്ണ, നല്ല അച്ചടക്കത്തോടെ തന്നെ വളരുന്നത്. ഈ പുറത്തു പോയിട്ട് പഠിച്ചിട്ട് വരെ അവൾക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ള ക്യാരക്ടർ വന്നിനോ? നീ നോക്ക്, നീയൊക്കെയാണ് പുറത്തു പോയിട്ടുണ്ടെങ്കിലേ ഒന്ന് പെറ്റിട്ടുണ്ടാവും നീ ഇപ്പോൾ. എന്റെ ഫീലിങ്സ് ഒരിക്കലും നീ മനസ്സിലാക്കുന്നില്ല ആരുഷ്. എനിക്കും നല്ല ക്യാരക്ടർ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എനിക്കുള്ള ആകെയുള്ളൊരു മോശ ക്യാരക്ടർ, നിന്നെ ഞാൻ കണ്ണടച്ച് സ്നേഹിച്ചു, ഒരുപാട് സ്നേഹിച്ചു, ഒരുപാട് വിശ്വസിച്ചു. എനിക്ക് എന്തിനാണെന്ന് പോലും അറിയാതെ ഞാൻ എങ്ങനെ നിന്നെ ഇത്ര സ്നേഹിച്ചു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിന്നോട് മാത്രമുള്ള ഒരു ഫീലിങ്സ് ഇന്ന് വരെ ഒരു പുരുഷനോട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തിന്? നീ പറഞ്ഞല്ലോ എന്നോട്, ജിതിനെ നോക്ക് അവനുണ്ടല്ലോ എന്ന്. ജിതിനെ എനിക്ക് ഒരു ബ്രദറായിട്ടല്ലാതെ വേറെ എങ്ങനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. പ്രിയോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല, അവളെൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ട്. എനിക്ക് ഒരിക്കലും അവളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് എൻ്റെ സ്വാർത്ഥ താല്പര്യം, അതെ ഞാൻ സെൽഫിഷാണ്. നിന്റെ കാര്യത്തിൽ ഞാൻ സെൽഫിഷാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തൊക്കെ ഞാൻ അനുഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ഐ സ്റ്റിൽ ലവ് യു. നീ പറഞ്ഞ ചരക്കിന് എനിക്ക് കിട്ടുമോ ഇന്ന്?
എന്തിലാവട്ടെ മയിര്, എനിക്ക് അവളെ വേണം. ആരാ അത്? അവളുടെ മുഖം ഒന്നും എനിക്ക് കാണണ്ട, അവളുടെ ശരീരം എനിക്ക് നല്ല പോലെ അങ്ങ് ബോധിച്ചു. ഇന്ന് എങ്ങനെങ്കിലും എനിക്ക് ആ ബാറിൻ്റെ ആ റൂമിൽ എനിക്ക് അവളെ കൊണ്ടുവരണം നീ. കിട്ടിയോ? നല്ല അടിപൊളി ചരക്ക. പിന്നെ മുഖവും വാകൊക്കെ പൊത്തി വെച്ചിട്ടുണ്ട്. ഇനി ശബ്ദം പുറത്തു വന്നിട്ട് ആരെങ്കിലും കേൾക്കണ്ട. ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് അങ്ങ് കളഞ്ഞു കളാം. ഈ ജിതിനെ ആദ്യമായിട്ടാണ് ഇത്ര അട്രാക്ഷൻ തോന്നിയത്. പ്രത്യേകിച്ച് അവളുടെ ബോഡി, ആ ഫിറ്റ്നസ് എല്ലാം എന്ത് പെർഫെക്റ്റ് ആണ്. മതി, അതെനിക്ക് മതി, ധാരാളം. പോയി പണിതിട്ട് വാ മച്ചു. എവിടെയാ പ്രിയ നീ പോയത്? നീ ഇന്നലെ ഡ്യൂട്ടിക്ക് പോയതല്ലേ? എന്നിട്ട് എവിടെയായിരുന്നു? ആ പൊന്ന്, അത് പിന്നെ വിളിച്ചു പറയാൻ വിട്ടുപോയതാ. ഇന്നലെ ഒരു പ്രഗ്നൻറ്റ് കേസ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതിനായിട്ട് പോയതായിരുന്നു. പിന്നെ നിങ്ങളെല്ലാവരും എന്നെ കണ്ട് വിഷമിച്ചോ? എൻ്റെ ഫോണിലാണെങ്കിൽ ചാർജ് ഇല്ലായിരുന്നു, അപ്പോൾ ബിസി ആയിപ്പോയി. എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് കഴിക്കാൻ ഞാൻ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, എനിവേ ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. പ്രിയ, നിന്നെ കാണാൻ എത്ര ഞാൻ വെയിറ്റ് ചെയ്തു ഇന്നലെ രാത്രി. എന്നാലും ആരുടെയെങ്കിലും ഫോണിലൊക്കെ വിളിച്ച് പറയായിരുന്നു. ഈ ഡ്രസ്സ് എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. ഇത് പ്രിയ. ആ, ഇതാണ് ജിതിനോ? ജിതിനെ സുഖം തന്നെയല്ലേ? അത് പിന്നെ സുഖക്കുറവ് വരാൻ പ്രത്യേകിച്ച് എന്താ സൗകര്യം ഉള്ളത്? എല്ലാ സൗകര്യവും ഉണ്ടല്ലോ അതെനിക്ക്, സുഖം വരാനും പോക്കാനും. പ്രിയ എന്താ അങ്ങനെ പറഞ്ഞത്? എന്താ ഉണ്ടല്ലോ. ജിതിനോട് പ്രിയ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താ അത്? ആരുഷ്, എനിക്ക് കുറച്ച് സംസാരിക്കണമായിരുന്നു, ഒന്ന് വരുമോ? വരാം കൃഷ്ണ. എനിക്കറിയാം ആരുഷിന് എൻ്റെ ട്വിന് പ്രിയയെ എത്രമാത്രം ഇഷ്ടമാണെന്ന്. ഞാനിനി നിങ്ങളുടെ ലൈഫിൽ വരില്ല. എനിക്കെന്തോ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടാരും നമ്മളെ ഇഷ്ടപ്പെടാൻ പാടില്ലല്ലോ. നീ പറഞ്ഞതുപോലെ നിനക്ക് പറ്റിയതുപോലെ അവളുടെ ക്യാരക്ടറായിരിക്കും നിനക്ക് നല്ലപോലെ ഇഷ്ടമായത്. അതിലിപ്പോ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ എന്തായാലും ഇനി പുറകെ വരില്ല. കാരണം എനിക്ക് തോന്നി ഞാൻ വെറുതെ നിന്റെ പുറകെ തന്നെ നടക്കുന്നതെന്ന്. എനിക്ക് വാല്യൂ ഇല്ലാത്തടത്ത് ഞാൻ വെറുതെ വരുന്ന പോലെയൊക്കെ തോന്നി. പിന്നെ ആരുഷ്, ഞാൻ കാരണം നിന്റെ ലൈഫിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. എൻ്റെ സിസ്സിന് നിന്നെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചു കെട്ടിക്കോ, എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ ഹാപ്പിയാണ്. ആരുഷ്, നീ പറഞ്ഞതുപോലെ ഞാൻ ട്രൈ ചെയ്യാൻ പോവാ. പഠിക്കാനൊന്നുമില്ല, ഇനി അവിടെ പോയിട്ട് വരുമ്പോ എന്റെ വലിയൊരു കുഞ്ഞുണ്ടാവുമെന്ന് നിന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട്. എനിക്ക് ഇനി ഇവിടെ ജീവിക്കണമെന്ന് താല്പര്യമില്ല. ഞാൻ അത്ര വൃത്തികെട്ട പെണ്ണൊന്നുമല്ല. ഞാൻ ചെയ്തൊരു തെറ്റ് നിന്നെ സ്നേഹിച്ചതായിരിക്കും അല്ലേ ആരുഷ്? ലാസ്റ്റ് ആയിട്ട് ഒരു ഹഗ്, അത് മതി എനിക്ക്. എന്തൊക്കെ പറഞ്ഞാലും അവളോടുള്ള സ്നേഹം ഇല്ലാതാവുന്നുണ്ടോ? എന്നോട് പറയാതെയല്ലേ പോയത്? ഇതൊരു മാസമായി നമ്മൾ അവളെ തരാൻ തുടങ്ങിയിട്ട്, എന്നിട്ടും അവളെ ഒന്നും കിട്ടണ കൂടിയില്ലല്ലോ. അമ്മ വിഷമിക്കണ്ട, നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. എൻ്റെ കുട്ടീനെ ഞാൻ കണ്ടുപിടിക്കും. ആൻറ്റി, USA ഒരു ജോബ് ഓഫർ ഉണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോവാം. പിന്നെ കഴിഞ്ഞ ഒരു മാസമായി ഇവിടെ ഞാൻ വരാത്തത് എനിക്ക് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഓ, പയ്യെ പയ്യെ എല്ലാവരും എന്നെ വിട്ടു പോവാണല്ലേ? സാരമില്ല, എല്ലാം എന്നെ വിധി. നമുക്ക് കണ്ടുപിടിക്കാം അമ്മ, അമ്മ വിഷമിക്കണ്ട കേട്ടോ.
സ്വന്തം പെങ്ങൾ കാണണ്ടായിട്ടും യു സീം വെരി ഹാപ്പി. ആൻഡ് നിന്റെ കണ്ണുകളിൽ ഈ ആനന്ദം എന്നും നിലനിൽക്കട്ടെ. ജിതിൻ, എനിക്ക് നിന്നോട് സംസാരിക്കണം. പറ. എനിക്കറിയില്ല തനിക്ക് ഞാനൊരു ബാർ ഡാൻസർ ആണെന്നും അല്ലെങ്കിൽ ഈ എത്രയൊക്കെ പഠിച്ച് വലിയ നിലയിലെത്താലും എൻ്റെ ഈ ചെകിട പോലത്തെ സ്വഭാവം മാറില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ താൻ റേപ്പ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ റേപ്പ് ചെയ്തൂടെ? ഒരു സേഫ്റ്റി ഒക്കെ യൂസ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇതൊക്കെ ആവാമായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ വയറ്റിൽ 4 മാസമായിട്ട് തൻ്റെ ഒരു കുഞ്ഞ് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്കതിനെ കളയാനൊന്നും പറ്റത്തില്ല. ഞാൻ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കുറച്ച് കരുണ ഉള്ളതായതുകൊണ്ട് എനിക്ക് അവറ്റകളെ അങ്ങ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മതിയായിരിക്കാനെ കെട്ടിക്കോ, ഇല്ലെങ്കിൽ ഇത് മൊത്തം പറഞ്ഞ് തന്നെ ഞാൻ നാണം കെടുത്തു. പിന്നെ തൻ്റെ പരിപാടി ഇതൊക്കെ തന്നെയാണല്ലോ. ഒന്നിക്കണ്ടല്ലോ ഒന്നിച്ചാൽ ഒന്നും സംഭവിക്കത്തില്ല. പിന്നെ തന്നെ കെട്ടി നരിച്ചിട്ട് ഞാൻ തന്നെ വിലക്കത്തൊന്നുമില്ല. തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ, എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ താൻ എന്നെ വിടണം. ശരി, ഞാൻ കേട്ടാ. പക്ഷേ എനിക്ക് വേണ്ടത് അവനെയായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ കിട്ടത്തില്ലല്ലോ. പ്രഗ്നൻ്റായ ഒരു പെണ്ണിനെ ആര് സ്വീകരിക്കാനാ? അവനിക്ക് എന്നോടൊരു സോഫ്റ്റ് കോർണറുള്ള കാര്യം എനിക്കറിയാം. പിന്നെ നീയും എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഞാൻ അവൾക്ക് കിട്ടാണ്ടിക്ക ചിരിച്ചോണ്ട് അവളുടെ കഴുത്തറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യാനാ, വിധി ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ. അവൾ ഇനി ഏത് ഉഗാണ്ടയിൽ പോയി കിടക്കണമെന്നറിയില്ല. അമ്മ അവിടെ പൊരിഞ്ഞ കരച്ചിലും. ഇനി അവളെ കണ്ടുപിടിക്കാണ്ട് എനിക്ക് നല്ലപോലെ ജീവിക്കാനും പറ്റത്തില്ല. എന്തായാലും കെട്ടുവേ നടത്തണം. പിന്നെ എന്നെ എൻ്റെ പാട്ടിന് വിട്ടോളണം. നിന്റെ കാര്യം ഞാൻ ഇടപെടില്ല. നിന്നെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ട് എനിക്ക് നീ ഇല്ലാതെ പറ്റുന്നില്ല. നീ എൻ്റെ കൂടെ ഉണ്ടായപ്പോൾ നിനക്ക് ഞാൻ ഒരു വിലയും തന്നില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി, മിന്നുന്നതൊന്നും പൊന്നല്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു വിഷമായിരുന്നു. എനിക്ക് വേണ്ടി കരഞ്ഞ നീ, ആ കണ്ണീര് കാണാതെ നിന്നെ ഞാൻ എത്ര ഹേർട്ട് ചെയ്തു. ഇതിന് എന്നെ നീ കൊന്നാൽ എനിക്ക് കുഴപ്പമില്ല. എൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും നീ എത്തിയിട്ടുണ്ടെങ്കിൽ ആ കാല് പിടിച്ച് മാപ്പ് വരും. എനിക്ക് വേണ്ടി നീ കരഞ്ഞ ഓരോ കണ്ണീരിനും എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. ഇനി അത് നടക്കൂടി? നിന്നെ കാണുമോ ഞാൻ? ഒന്നും എനിക്കറിയില്ല. ബട്ട് എനിക്ക് നിന്നെ കാണണം. നീ എന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. നിന്നോട് മാപ്പ് പറയണം. നിന്നെ ഇത്രയും കാലം ഹേർട്ടാക്കിയതിന്, നിന്നെ മനസ്സിലാക്കാത്തതിന്. ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. എൻ്റെ വഴി ശരിയല്ലായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായ എൻ്റെ സ്വന്തം സഹോദരൻ വരെ ഒരു വിഷമായിരുന്നു എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നുടി. ഈ ലോകം മൊത്തം നമ്മുടെ ചതിക്കായിരുന്നു. ഇനി അവളെ കിട്ടുന്ന യാതൊരു ഉറപ്പും എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ അവളെ കണ്ടിട്ടുണ്ടാവും. നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതാണെങ്കിലോ? അവളെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇത്ര വർഷമായി തീർന്ന് ജീവിക്കുക ഞാൻ. എനിക്കൊന്നിനും പറ്റാത്ത പോലെ, എൻ്റെ ശരീരം തളർന്നു പോകുന്ന പോലെ. സത്യം പറഞ്ഞാൽ ഇനി എനിക്കൊരു പ്രതീക്ഷയില്ല. ഇനി അവൾ എന്നെ വിട്ടു പോയോ? ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ കൂടുതൽ വണ്ടറായിട്ടുള്ള പ്ലേസ്, ഈ ഉൾനാട്, ഈ കാട്ടുവാസികൾ, അങ്ങനെയൊക്കെ ഇല്ലേ, ഈ ആദിവാസികൾ, അങ്ങനത്തെ ഒക്കെ ഇതായിട്ട് ഭയങ്കര അവൾക്ക് ഇഷ്ടമാണ്. പിന്നെ അവിടെയൊന്നും പോകാൻ സാധ്യത ഉണ്ടോ അറിയില്ല. എന്നാലും നമുക്ക് ഒന്ന് ശ്രമിച്ചാൽ ചിലപ്പോൾ. ഞാൻ കാരണം എല്ലാം സംഭവിച്ചു. നിന്നെ എനിക്ക് കഷ്ടപ്പെടുത്തണമെന്നില്ല. നീ വരണ്ട. ഇത്രയും കാലം എൻ്റെ കൂടെ നിന്നില്ലേ? ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എവിടെയാണെങ്കിലും. ഏട്ടനൊന്ന് ഓർക്കണം, എൻ്റെ കൂടെ പഠിച്ചതാണെങ്കിലും എൻ്റെ കൂടെപ്പിറപ്പിനെ പോലെ ഞാൻ അവളെ കണ്ടത്. എനിക്ക് പണ്ടേ അവളുടെ ട്യൂണിനെ ഭയങ്കര ഡൗട്ടായിരുന്നു. കാരണം എല്ലാവരുമായിട്ട് അവൾ ചിരിച്ച് കളിച്ചൊക്കെ നടക്കും. പിന്നെ ടീച്ചേഴ്സിന് നല്ല അഭിപ്രായമാണ്, ക്ലാസ് ടോപ്പറാണ്, സ്കൂൾ ടോപ്പറാണ്. പക്ഷേ ഇൻ കേസ് നല്ല സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം കോളേജിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവളുടെ പേര് പറയും. ഇവൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് ഒന്നും അത് വിശ്വസിക്കില്ല. കാരണം ക്ലാസ് ടോപ്പറാണ്, സ്കൂൾ ടോപ്പറാണ്, ലീഡറാണ്. ഒരിക്കലും ആരും വിശ്വസിക്കില്ല. കുട്ടികളൊക്കെ പലപ്പോഴും പറയാറുണ്ട് ഈ കുട്ടി ഉണ്ട്, എന്നാൽ അതായത് പ്രിയയും ഈ ഒരു കേസിലുണ്ട്, പക്ഷെ ആരും വിശ്വസിക്കില്ല. എനിക്ക് തോന്നുന്നു എല്ലാത്തിൻ്റെയും മെയിൻ ഹെഡ് പ്രിയ ആയിരിക്കും. ഷീ ഈസ് റിയലി എ ഡാം ഗേൾ. എനിക്ക് തോന്നുന്നു അവളൊരു പോയ്സൺ ആണെന്ന്. പണ്ട് കൃഷ്ണയായിട്ട് ഞങ്ങൾ അടുക്കുന്നതൊന്നും അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അവൾ കൃഷ്ണയെ ഹേർട്ടാക്കും. ചിരിച്ചുകൊണ്ട് കഴുത്തറക്കാന്ന് പറയില്ലേ, അത് തന്നെ അവൾ ചെയ്യും. നിന്നെയും പ്രിയനെയും കൊല്ലണോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാനങ്ങനെ ചെയ്യില്ല. അവർക്കൊരു കുട്ടിയുണ്ട്. അവരിപ്പോൾ ഒരു അച്ഛനും അമ്മയാണ്. ഇനിയെങ്കിലും അവരുടെ സ്വന്തം തെറ്റ് അവർ മനസ്സിലാക്കി നല്ലപോലെ ജീവിക്കട്ടെ. എൻ്റെ കുട്ടീനെ കണ്ടുപിടിച്ചിട്ട് എനിക്ക്
എനിക്ക് അവരുടെ അടുത്ത് കൊണ്ടുപോകണം. എന്നിട്ട് അവളോട് ഇവർ രണ്ടുപേരും മാപ്പ് പറയണം. പിന്നെ അവരുടെ തെറ്റ് മനസ്സിലാക്കിപ്പിക്കണം. അവരോട് എനിക്ക് സംസാരിക്കണം. ഇനിയെങ്കിലും നല്ലപോലെ ജീവിക്കട്ടെ. ഇങ്ങനെയുള്ളവർ ശരിക്കും ഈ ലോകത്ത് ജീവിക്കാൻ തന്നെ പാടില്ല. പക്ഷെ ജീവിച്ചേ പറ്റൂ, ആ കുട്ടിയുടെ ഭാവി ഓർത്ത്. ആരുഷ്, നീ പറഞ്ഞതുപോലെ ഞാൻ ട്രൈ ചെയ്യാൻ പോവാ. പഠിക്കാനൊന്നുമല്ല, ഇനി അവിടെ പോയിട്ട് വരുമ്പോൾ എൻ്റെ വലിയൊരു കുഞ്ഞുണ്ടാവുമെന്ന് നിന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇനി ഇവിടെ ജീവിക്കണമെന്ന് താല്പര്യമില്ല. ഞാനേ ഞാൻ അത്ര വൃത്തികെട്ട പെണ്ണൊന്നുമല്ല. ഞാൻ ചെയ്തൊരു തെറ്റ് നിന്നെ സ്നേഹിച്ചതായിരിക്കും, അല്ലേ ആരുഷ്? ലാസ്റ്റ് ആയിട്ട് ഒരു ഹഗ്, അത് മതി എനിക്ക്. ഞാനേ ഞാൻ അത്ര വൃത്തികെട്ട പെണ്ണൊന്നുമല്ല. ഞാൻ ചെയ്തൊരു തെറ്റ് നിന്നെ സ്നേഹിച്ചതായിരിക്കും, അല്ലേ ആരുഷ്? കാണക്കിനാവിൽ കനിയാകുമോ നീ, കാണും നിലാവിൽ മായാതെ മാഞ്ഞു. മായക്കിനാവിൽ മഴയാകുമോ നീ, മായാതെ മഴവില്ലിൻ കുടയായി മാറൂ. ആത്മാവിലെ ആനന്ദമേ ആരാരുമറിയാതെ കാക്കുന്നു ഞാൻ, ആളുന്നൊരേ തീനാളമായി ഇനി വേനൽ തിരിയാതെ ഇണയുന്നീതാ. നീ നെഞ്ചിൽ പൊൻവാതിൽ മിന്നുന്നൊരഴകാർന്നൊരലിവിൻ്റെ ഉയരാകുമോ. നീ കനിവായി തെളിയുന്നൊരാകാശ ചെരുവിൽ ഞാൻ അഴയുന്നൊരലയാകും. കാണാക്കിനാവിൽ കനിയാകുമോ നീ, കാണും നിലാവിൽ മായാതെ മാഞ്ഞു. എൻ്റെ പൊന്നു കൃഷ്ണ, ഞാൻ പറയുന്നത് കേൾക്ക്. ഇനിയിപ്പോൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. എൻ്റെ കമ്പനിയിൽ നീ ജോയിൻ ചെയ്യുക. ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് തന്നെ ജോയിൻ ചെയ്യുക. അതാകുമ്പോൾ ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും. അതല്ലാതെ ഇങ്ങനെ ഒളിച്ചു നിൽക്കാനൊന്നും പറ്റത്തില്ല. ഒരു കാര്യം നല്ലത് എന്താ വെച്ചാൽ, നീ വേഷം മാറുന്നത് നല്ലതായിരിക്കും. നീ വേഷം മാറിയിട്ട് ഒരു ബോയെ പോലെ ആയിട്ട് നടക്കുന്നത് നല്ലതായിരിക്കും. അതാകുമ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, കേട്ടോ? അതുകൊണ്ട് നീ സേഫാണ്. എന്നാ അങ്ങനെ തന്നെ ആവട്ടെ, അല്ലാതെ ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. എന്നാ വാ, നമുക്ക് ആ പണി ഇപ്പൊ തന്നെ ചെയ്ത് നിർത്തേക്കാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ എന്തായാലും ഓൺലൈനിലായിട്ട് ജോബൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ മതി. പിന്നെ പുറത്തു പോകുമ്പോ ഞാൻ ക്യാബ് വെച്ചോളാം. എനിക്ക് ഉറപ്പുണ്ട് എന്നെങ്കിലും എന്നെ മനസ്സിലാക്കി എന്നെ തേടി വരുമെന്ന്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ മുഖം കൂടി ഇട്ടോളാം. ഹായ് ആരുഷ് ബ്രോ, എത്രയായി കണ്ടിട്ട്?
ഓ, ആഫ്റ്റർ എ ലോങ് വൈ നമ്മളിപ്പോൾ കാണുന്നു. നീ ഇവിടെ എന്ത് ചെയ്യുക? ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുക. പിന്നെ മറ്റേ കാര്യം എന്തായി? കൃഷ്ണയെ കിട്ടിയോ? എത്ര വർഷമായാലും അവളെ തിരഞ്ഞു നടക്കുന്നു. അല്ലെങ്കിൽ തന്നെ എവിടെ പോവാനാ അവള്? എത്രയൊക്കെ അന്വേഷിച്ചിട്ടും അവളെ മാത്രം എനിക്ക് കിട്ടുന്നില്ലടാ. പക്ഷെ ഞാൻ തളരില്ല. മരണം വരെ അന്വേഷിക്കാൻ എനിക്ക് അവളെ മതി. അവളുടെ മെമ്മറീസ് മതി. ഞാൻ കൂടുതൽ അവളെ ഹേർട്ടാക്കിയിട്ടുള്ള മെമ്മറീസ് എനിക്കുള്ളൂ. പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ എനിക്ക് അവളെ കിട്ടും. അപ്പോൾ ഞാൻ എല്ലാത്തിനും മാപ്പ് ചോദിക്കും. ആൻഡ് ഇപ്പോൾ എനിക്ക് ജോബൊന്നുമില്ല. ഞാനിപ്പോൾ വെറുതെ അങ്ങ് പോവാം. പിന്നെ പപ്പയുടെ അത്യാവശ്യം അതൊക്കെ എൻ്റെ അടുത്തായതുകൊണ്ട് പട്ടിണി ഇല്ലാതെ പോകുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ഇവിടെ നീ വന്ന് അന്വേഷിച്ചൊന്നും ചെയ്തില്ലല്ലോ. ഇവിടെയും കൂടി അന്വേഷിച്ചൂടായിരുന്നോ? ഒന്നില്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടല്ലോ, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊന്ന് ശ്രമിക്കായിരുന്നു. എനിക്ക് ഉറപ്പുണ്ട് അവൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും വരില്ലാന്ന്. അവൾ അത്യാവശ്യം നാടൻ പെൺകുട്ടിയാണ്. എന്തിന്, പ്രിയ പുറത്ത് ജോലിക്ക് പോകുമ്പോൾ അവൾക്കും വേണമെങ്കിൽ പോവാമല്ലോ പഠിക്കാൻ. പക്ഷേ അവൾ അതിനൊന്നും നിന്നില്ല. അവൾക്ക് നാട്ടിൽ നിൽക്കണം. അങ്ങനെ ഒരു വൈബ് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറാം. നീ വാ. ആടാ. ബില്ല് കൊടുത്തോ? എങ്കിൽ നമുക്ക് പോയാലോ? പോകാൻ പെണ്ണെ, വാതിൽ തുറക്കാം അങ്ങോട്ട്. ഒന്ന് തുറന്നുകൊണ്ടിടി, എനിക്ക് കാല് വേരെടുക്കുന്നു. ഓ, തമ്പുരാട്ടി ഇത്രയും നേരം ഇരുന്നതല്ലോ, നിന്നതാണല്ലോ. ഒന്ന് തുറന്നുകൂടെ? എന്താടാ സ്റ്റെക്കായി പോയേ? ഒന്ന് വാതിൽ തുറ, കയറട്ടെ, വിശന്നിട്ട് വയ്യ. എടാ, ഇപ്പം ഒന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച്. പക്ഷെ എൻ്റെ ഹൃദയമെടുപ്പൊക്കെ വല്ലാതെ ഹൈ ആവുന്നത് പോലെ. എന്തിനാ അവള് കഥ കടിച്ച്? ഞാനല്ലേ കൃഷ്ണ? കൃഷ്ണ കാണാക്കിനാവിൽ കനിയാകുമോ നീ? കാണും നിലാവിൽ മായാതെ മാഞ്ഞു. മായാക്കിനാവിൽ മഴയാകുമോ നീ? മായാതെ മഴവില്ലിൻ കുടയായി മാറും. എനിക്കറിയായിരുന്നു നീ എന്നെ കണ്ടുപിടിക്കുന്നു. ആത്മാവിലെ ആനന്ദമേ, പോവാം. ആരാരുമറിയാതെ കാക്കുന്നു ഞാൻ. ആടുന്നൊരീ തീനാളമായി എരിവേനൽ തിരിയാതെ ഇണയുന്നീതാ. നീ നെഞ്ചിൽ പൊൻവാതിൽ മിന്നുന്നൊരഴകാർന്നൊരലിവിൻ്റെ ഉയരാകുമോ? എവിടെയായിരുന്നടി? എത്ര വർഷമാടി ഞാൻ അന്വേഷിച്ചത്. നീ എന്താ വിചാരിച്ചത്? ഞാൻ പൊട്ടനാണെന്നോ? കാണാക്കിനാവിൽ കനിയാകുമോ നീ? ആര് വന്നില്ലേലും നീ വരുന്നുള്ള ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അത് സത്യമായിരുന്നു. എനിക്ക് ഉറപ്പാ, എത്ര വർഷമായാലും ഒരിക്കലും നീ എന്നെ ഓർത്ത് വരുമെന്ന്. നിന്റെ കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞാൽ നിന്നെ ഞാൻ കിസ് ചെയ്യോ? ലുക്ക്, ഒരു പെണ്ണായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ എൻ്റെ കണക്ക് കൂട്ടലെല്ലാം തെറ്റിപ്പോയി, എല്ലാം കൊണ്ടും. അതിനുശേഷം നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാനാ ഇത്രയും കാലം ഞാനിവിടെ നിന്നെ തേടി നടന്നത്. എന്തിന്? ഓരോ അന്വേഷണത്തിലും നിന്നെ കിട്ടാതാവുമ്പോൾ ഉള്ളിലൊരു പെടച്ചിലുണ്ട്. അത് അനുഭവിച്ചാലേ മനസ്സിലാവും. നീയും ഒരുപാട് വേദനിച്ചു ഞാൻ കാരണം. എൻ്റെ പല വാക്കും നിന്നെ ഒരുപാട് ഹേർട്ടാക്കിയെന്നറിയാം. അതിന് പ്രായശ്ചിത്തമായിട്ട് നിനക്ക് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാണ്. പക്ഷെ ഇപ്പം എനിക്ക് ഒന്നേ നിന്നോട് പറയാനുള്ളൂ. എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം, നിന്നെ കൂടെ ജീവിക്കണം. ലോകം നിൻ്റെ കൂടെ ജീവിച്ച് എനിക്ക് അറിയണം. പിന്നെ എന്നെ നീ ആക്സെപ്റ്റ് ചെയ്താൽ നമുക്കൊരു സ്ഥലം വരെ പോകണം. പ്രിയന്റെ അടുത്താണോ? വേണ്ട, എനിക്ക് വരണ്ട. അവളെ ഹാപ്പിയായിട്ട് ജീവിക്കട്ടെ, എനിക്കൊന്നും അറിയണ്ട. എന്തായാലും എൻ്റെ സ്വന്തം കൂടപ്പിറപ്പല്ലേ, അവളെപ്പറ്റി ഞാനൊന്നും അറിയാതെ ഇരിക്കുന്നൊന്നുമില്ല. എനിക്കറിയാം.
അവളും ചേച്ചനും കല്യാണം കഴിച്ചെന്നും എങ്ങനെയാ അവര് അങ്ങനെയൊക്കെ ആയെന്നും പിന്നെ അവർക്കൊരു കുട്ടിയുണ്ടെന്നും എല്ലാം എനിക്കറിയാം. ആ കുട്ടിയെ കാണാൻ പോണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ വേണ്ട, എനിക്ക് വേണ്ട. ആരെയും എനിക്ക് കാണണ്ട, നിന്നെ മാത്രം കണ്ടാൽ മതി. പക്ഷെ എനിക്ക് വേണ്ടി ഇത്രയും കാലം നിർത്താതെ കരഞ്ഞ ഒരാളുണ്ടെന്ന് എനിക്കറിയാം, എൻ്റെ അമ്മ. എനിക്ക് അവരെ കാണണമെന്നുണ്ട്, പക്ഷെ പ്രിയയെ എനിക്ക് കാണണ്ട. കൃഷ്ണ, സോറി ഫോർ എവറിത്തിങ്. എനിക്കിനി ഇതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല. ആൻഡ് ഐ വാണ്ട് ടു നോ, ഡു യു ലവ് മീ? ഇഷ്ടമാണ്, ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. അന്നും ഇന്നും ഒരുപാട് ഇഷ്ടമാണ്. എനിക്കിപ്പോ എല്ലാം കിട്ടിയതുപോലെ ഒരു ഫീല്. നീ ഒരാള് മതി എനിക്ക്. നിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര സെൽഫിഷാണ് ആരുഷ്, അത് നിനക്കറിയാം, നല്ലപോലെ അറിയാം. പക്ഷെ എനിക്ക് എൻ്റെ ട്വിന്നെന്ന് പറഞ്ഞാൽ അതും എനിക്ക് ജീവനായിരുന്നു. ബട്ട് എല്ലാം കൊണ്ടും അവളെ എന്നെ ഹേർട്ടാക്കിയിട്ടേ ഉള്ളൂ. എന്തേലും ആവട്ടെ, അവളുടെ ജീവിതം അവിടെ തുടങ്ങിയില്ലേ, അവൾ ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ. ഒരു കുട്ടിയൊക്കെ ആയ സ്ഥിതിക്ക് അവൾ ഇനി നല്ലപോലെ ആയിരിക്കും. ഇനി അങ്ങോട്ടേക്ക് ഞാനില്ല, നാട്ടിലോട്ട് ഒട്ടും ഞാൻ വരുന്നില്ല. കുറേ പേര് പറയാറുണ്ട്, പുറത്തൊക്കെ പോയി പഠിച്ചാൽ, പുറത്തൊക്കെ പോയി ജോലി ചെയ്താൽ അവിടെ ഉള്ളവരെ പോലെ ആയി പോവും, അല്ലെങ്കിൽ വൃത്തിവിട്ട് പോകും എന്നൊക്കെ. പക്ഷെ എനിക്കിവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ചെങ്കിലും ഹാപ്പി ആയിട്ടുണ്ട്. എന്നെ കെയർ ചെയ്യാനും എന്നെ ബോധർ ചെയ്യാനും എനിക്ക് നല്ല ഫ്രണ്ട്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഉറപ്പായിരുന്നു ഇവിടെ വെച്ച് നമ്മൾ കണ്ടുമുട്ടുമെന്ന്. പിന്നെ എന്താണെന്നറിയില്ല, ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. എനിക്ക് നിങ്ങളുടെ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. അമ്മ ഇവിടെ കൊണ്ടുവരണം, നീയും എൻ്റെ കൂടെ നിൽക്കണം. നമുക്ക് ഇവിടെ ഒരുമിച്ച് ജീവിക്കാം. നാട്ടിലോട്ട് പോകണ്ട ആരുഷ്. എനിക്ക് തൻ്റെ അവസ്ഥ മനസ്സിലാവും. താൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. സ്വന്തം കൂടപ്പിറപ്പാൻ നോക്കാതെ അവളുടെ ഇഷ്ടത്തിന് താൻ എന്തിനാ എതിരെ നിൽക്കുന്നത്? തനിക്കറിയാലോ, താൻ ചെയ്യുന്നത് തന്നെ വലിയൊരു തെറ്റാണ്. അത് വീട്ടുകാരോട്. മതി, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇപ്പോൾ താൻ ഓക്കെ ആണല്ലോ എന്ന് എനിക്കറിയാം. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, അവളുള്ള സ്ഥലത്തുള്ള ടിക്കറ്റ് ഞാൻ എടുത്തു തരാം. അവിടെ പോയിട്ട് അവളെ കാണാം, എല്ലാവരും കാണാം. എന്നിട്ട് മാപ്പ് ചോദിക്കേ. അപ്പോൾ ഈ ദുസ്വപ്നവും കാര്യങ്ങളൊക്കെ അങ്ങ് പോവും. കേട്ടോ? നന്ദിയുണ്ട്. നിന്നെ കാണാൻ എന്നെ പോലെ തന്നെ ഉണ്ടല്ലോ. ഞാനും അത് നോക്കി, നമ്മളെ ഒരേപോലെ ഉണ്ട്. എനിക്ക് പേടിയാവുന്നു. പാല് വേണോ? ബോള് വേണോ? പാലും വേണ്ട, ബോളും വേണ്ട. പിന്നെ എന്ത് വേണം? നമ്മളെ പെട്ടെന്ന് കണ്ടാലേ ആർക്കും മനസ്സിലാവൂല. അതെന്താ? അപ്പൊ നമുക്ക് മനസ്സിലാവൂലേ? നമുക്ക് പറ്റിക്കാം. നിന്റെ മുടി എന്റെ മുടി ഒരുപോലെ ഇല്ല, പക്ഷെ നമ്മൾ ഒരുപോലെ ആക്കി പറ്റിക്കാം അമ്മനെ. ഇല്ല, ഞാൻ സമ്മതിക്കൂല. അമ്മ അച്ചു. അയ്യേ, നിന്റെ അമ്മ അച്ചോ? എന്റെ അമ്മ അച്ചൂല. എന്റെ അമ്മ പറഞ്ഞിനെ പുറത്ത് ആരും കൂട്ടുകൂടരുത്. അതുകൊണ്ട് ഞാൻ പാലും ബോളും വാങ്ങൂല. നീ എന്നോട് കൂട്ടുകൂടണ്ട, പക്ഷെ നമ്മൾ കാണാൻ ഒരുപോലെ ഇല്ലേ? അത് എന്തേലും കോയിച്ചിടച്ചാകും. നീ ഇംഗ്ലീഷ് പഠിച്ചിനോ? പഠിക്കാനുണ്ടോ? അമ്മ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടാണ്, കുറേ പഠിപ്പിച്ചിട്ടാണ് കോയിൻസിഡസ് പറഞ്ഞിട്ട്. എൻ്റെ അമ്മ പറഞ്ഞിനി വലുതായി കഴിഞ്ഞ ക്ലൂച്ച് പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ പഠിച്ചാൽ മതി പറഞ്ഞു. ഇപ്പോഴേ പഠിച്ചാൽ നമ്മൾക്ക് അപ്പം നല്ലപോലെ മനസ്സിലാക്കും. ഇപ്പം പഠിച്ചിട്ടില്ലെങ്കിൽ അപ്പം നമ്മൾക്ക് ഇംഗ്ലീഷ് നല്ലപോലെ മനസ്സിലാവില്ല. എന്നാ അമ്മയോട് പയ്യൻ ഈ പോലെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരാന്. 2 ബുക്കിയോ? ഇതെങ്ങനെ സാധ്യമാകും? കൃഷ്ണ, അത് എൻ്റെ കുട്ടിയാ.
ചെറുതൊന്നല്ല ചെയ്തതെന്നറിയാം. എന്നാലും കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. കുറേ ഞാൻ ശ്രമിച്ചു. പക്ഷേ സ്വപ്നത്തിൽ നീ മാത്രമേ ഉള്ളൂ കൃഷ്ണ. എന്നും ഞാൻ നിന്റെ സ്വപ്നം കണ്ട് നെട്ടിയുണരും. അത് എത്ര വർഷമായെന്നറിയോ? എൻ്റെ ഉള്ളിൽ വല്ലാത്ത കുറ്റബോധമുണ്ട്. എനിക്ക് നിന്നെ കണ്ട് നിന്നോട് മാപ്പ് പറഞ്ഞ് നീ എന്നോട് ക്ഷമിച്ചാൽ മാത്രമേ ഇതൊക്കെ മാറുള്ളൂ. അതുകൊണ്ടാണ് കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വരെ വന്നത്. പിന്നെ ജിതിന് വന്നിട്ടുണ്ട്. അവനിവിടെ വരാനും നിങ്ങൾ രണ്ടുപേരെ ഫേസ് ചെയ്യാനും ഭയങ്കര പേടിയാണെന്നൊക്കെ പറഞ്ഞ് പുറത്ത് മാറി നിൽക്കുക. നീ ആളാകെ മാറിപ്പോയി. എന്തോ ഒരു വ്യത്യാസം നിന്നെ ഞാൻ നല്ലപോലെ അറിയുന്നുണ്ട്. പിന്നെ ക്ഷമിക്കാതിരിക്കാൻ ഞാനത്ര ക്രൂരമൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ നീ എൻ്റെ ചോരയല്ലേ. നമ്മൾ ഒരു വയറ്റിൽ നിന്ന് പിറന്നതല്ലേ. അമ്മയും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ അമ്മയ്ക്ക് ഒട്ടും സുഖമില്ല. നിന്നെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനമായിട്ട് 2 മക്കളെയും ഒരുമിച്ച് കാണണമെന്ന് പറഞ്ഞിട്ട് അമ്മ കിടക്കണേ. എല്ലാത്തിനും കാരണം ഞാൻ തന്നെയല്ലേ? ശരി, എല്ലാവരോടും മാപ്പ്. ഇനി ഒരിക്കലും ഞാൻ ആരെയും ഹേർട്ടാക്കില്ല. എൻ്റെ മക്കളാണേ സത്യം, ഒരിക്കലുമില്ല. I really miss you, Trini. ആളാ